അതുകൊണ്ട് അയാളും അയാളുടെ അമ്മയും കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് അറിയണം. അതും തന്റെ നാവുകൊണ്ട് തന്നെ. എന്റെ കുഞ്ഞു പോയെന്നും പറഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നുണ്ടല്ലോ ഇവിടെ ചിലര്. കൃത്യസമയത്ത് അനന്തുവേട്ടനും ലേഖയും കൂടി എന്നെ ഇവിടെ എത്തിച്ചതുകൊണ്ട് തോമസ് സാറ് മറുമരുന്ന് തന്നു. ആ മറുമരുന്നിന്റെ ശക്തിയിൽ കുഞ്ഞിനൊന്നും പറ്റിയില്ല. എടോ, പോയിട്ട് റെസ്റ്റ് എടുക്കണം കേട്ടോ. ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനുണ്ടല്ലോ കണ്ണേട്ടാ, അതൊന്നും ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. താൻ പാടും. ശരി. അപ്പൊ കാണണ്ട സാറേ. ശരി. സാറേ, കുഞ്ഞു പോയില്ലെന്നറിഞ്ഞ ശേഷം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന പ്രതാപനെയും അയാളുടെ അമ്മയും എനിക്കൊന്ന് കാണണമെന്നുണ്ട്. പോയി കണ്ടോ. എനിക്കിനി ഇത് മറ്റു ചിലരെ അറിയിക്കാനുണ്ട്. എന്റെ വീട്ടിലുള്ളവരെ. പ്രതാപനെ കാണാനായിട്ട് വന്നപ്പോ അങ്ങനൊരു വാർത്ത ഞാനും അറിഞ്ഞെന്ന് പറയാം. മഹിക്ക് കുഞ്ഞു നഷ്ടപ്പെട്ടു എന്നറിഞ്ഞ് സന്തോഷത്തോടെ മതിമറന്ന് നടക്കുക അവിടെ എല്ലാവരും. പ്രത്യേകിച്ചും കരുണ. ആ സന്തോഷം ഇപ്പൊ തന്നെ അങ്ങ് അവസാനിപ്പിച്ചു കൊടുക്കാം. സാറേ, ദേ നോക്കി. നടന്നു തുടങ്ങിയോ? ആ, പിച്ച വെച്ച് നടക്കുന്നുണ്ട് സാറേ. അതാണ് തോമസ് സാറിന്റെ മരുന്നിന്റെ ശക്തി. ഇവിടെ 2 കാളകൂട വിഷങ്ങൾ കിടക്കുന്നുണ്ട്. എന്റെ അനിയന്റെ അമ്മായിയച്ഛനും അയാളുടെ അമ്മയും. അതുകൊണ്ട് എനിക്ക് ഈ വീൽ ചെയറിന്റെ സഹായം തേടേണ്ടി വന്നത്. അല്ലെങ്കിലും പിച്ച വെച്ച് നടക്കുന്നവൻ അറിയാലോ കാര്യങ്ങൾ. നീയാണല്ലോ മേഘനേക്കാളും മുന്നേ എന്നെ അറിഞ്ഞത്. ഞാൻ നന്നായി നടക്കുമെന്ന്. അറിഞ്ഞതൊക്കെ മനസ്സിൽ തന്നെ വെച്ചേക്കണം. മാർക്കോയുടെ ഭീഷണി വെറും വാക്കായിട്ട് കരുതരുത്. അതുപോലെ തന്നെ നിനക്ക് ജീവിക്കാൻ വേണ്ടതൊക്കെ കൃത്യമായി നിന്റെ കൈകളിലെത്തിയിരിക്കും. അതിനൊന്നും ഒരു വീഴ്ചയും വരുത്തത്തില്ല. പക്ഷേ വീണു പോയവനാണ് മേഘനിപ്പോ. അവനെക്കൊണ്ട് നിനക്ക് രണ്ടിനും ഒരു പ്രയോജനവുമില്ല. അങ്ങനെയുള്ളവനെ സഹായിക്കാൻ ശ്രമിക്കരുത്. അവനോടും അവനെ സ്നേഹിക്കുന്നവരോടും ഞങ്ങളുടെ ശത്രുക്കളോടും അപ്രിയ സത്യങ്ങൾ പറയരുതെന്നാ പറഞ്ഞത്. ഇല്ല സാറേ, ഈ അണ്ണൻ ഇനി നടന്നു തുടങ്ങിയാലും പഴയ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതോർത്ത് വിഷമമൊന്നും വേണ്ട. ഇവന് പരസഹായം ഇല്ലാതെ നടക്കാൻ പറ്റിയാൽ ഇവൻ അല്ലലില്ലാതെ കഴിയാനുള്ള ജോലിയൊക്കെ ഞാൻ കൊടുത്തോളാം. പക്ഷെ സഹായിക്കുന്നവരെ ദ്രോഹിക്കരുത്, ചതിക്കരുത്. എനിക്കത്രേ ഉള്ളൂ. എന്നാ സാഗറെ, ഞാൻ പോയിട്ട് വരാം. ശരി. പറഞ്ഞതൊക്കെ നിനക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ. സ്നേഹിച്ച എന്തും തരുന്ന കൂട്ടത്തിലാ കണ്ണൻ സാറും മാർക്കോ ഒക്കെ. എന്നാ ഇപ്പൊ സാറ് പറഞ്ഞത് കേട്ടല്ലോ. അവരുടെയൊക്കെ വാക്ക് കേൾക്കാതെ നീയൊക്കെ തരികട കാണിച്ച പിന്നെ നിങ്ങൾക്ക് രണ്ടിനും ഒരേ കിടപ്പ് കിടക്കേണ്ടി വരും, മരണം വരെ. പറഞ്ഞില്ലെന്ന് വേണ്ട. അണ്ണാ, നമുക്ക് ജീവിക്കണം. അതിന് നമ്മൾ ഇവരൊക്കെ പറയുന്നത് പോലെ കേട്ടേ പറ്റൂ. നടക്ക്. മോളെ, മോളുടെ അച്ഛന് പരിക്ക് പറ്റിയെങ്കിലും അതിനേക്കാളും പരിക്ക് അവൾക്ക് പറ്റിയല്ലോ. അവളുടെ കുഞ്ഞു പോയല്ലോ. അതുകൊണ്ട് അച്ഛനെ തല്ലുകൊണ്ട വിഷമം ഞാൻ അങ്ങനെയാ തീർത്തത്. നീ എത്തിയോ? കരുണയുടെ അച്ഛൻ തോമസ് സാറിന്റെ അടുത്തുണ്ടല്ലോ, അതുകൊണ്ടൊന്ന് കണ്ടിട്ട് വരാന്ന് കരുതി. അച്ഛനിപ്പോ എങ്ങനെയുണ്ട് കണ്ണേട്ടാ? നല്ല വേദനയുണ്ടെന്ന് പറഞ്ഞു.
അവിടെ പോയെങ്കിലേ അവളെയും കണ്ടു കാണുമല്ലോ. കുഞ്ഞു പോയിട്ട് നിലവിളിക്കുന്നവളെ. അത് നമ്മളെ വെറുതെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാ. അവളുടെ കുഞ്ഞൊന്നും പോയിട്ടില്ല. പോയിട്ടില്ലേ? എന്നിട്ട് മുത്തശ്ശി ഇടയ്ക്ക് വിളിച്ചപ്പോ പോയി എന്നാണല്ലോ പറഞ്ഞത്. വിഷം ഉള്ളിൽ ചെന്നിട്ടാ അവള് തോമസ് സാറിന്റെ അടുത്തെത്തിയത്. അദ്ദേഹത്തിന്റെ കാര്യം അറിയാലോ, എല്ലാ വിഷത്തിനും അദ്ദേഹത്തിന്റെ മറുമരുന്നുണ്ട്. അതിന്റെ ബലത്തിൽ കുഞ്ഞിനൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനങ്ങോട്ട് ചെല്ലുമ്പോൾ അവൾ ആ ലേഖയ്ക്കും അനന്തുവിനൊപ്പം ഡിസ്ചാർജ് ആയി പോവുമായിരുന്നു. അത് വലിയ ഷോക്കായി പോയല്ലോ കണ്ണേട്ടാ. അത് നിനക്ക് എനിക്കെന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷമാടി. കണ്ണ, അവളിനി കള്ളം പറഞ്ഞതായിരിക്കോ? അവളാ കരുണയുടെ അച്ഛനോടും മുത്തശ്ശിയോടും കുഞ്ഞു പോയിട്ടില്ല എന്ന് പറഞ്ഞത്. അതിനി കള്ളമാണോ നേരാണോ എന്നറിയാൻ കരുണയുടെ മുത്തശ്ശി തോമസ് സാറിനോട് പോയി കാര്യം തിരക്കി. അദ്ദേഹം ശരിവെച്ചു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ലെന്നാ പറഞ്ഞത്. അത് എന്നോട് ആവർത്തിക്കുകയും ചെയ്തു. എന്നാലും എന്റെ കണ്ണ, അവള് നിന്നെ വഞ്ചിച്ചതുകൊണ്ടേ തോമസ് സാറിന് അവളോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാ അങ്ങേര് അവളുടെ കുഞ്ഞിനെ രക്ഷിച്ചത്? അമ്മേ, തോമസ് സാറിന്റെ അടുത്ത് ഒരാൾ സഹായം തേടി ചെന്നാല് അദ്ദേഹത്തിന് എത്ര ശത്രുതയുണ്ടെങ്കിലും അദ്ദേഹം കൈവിടില്ല. പ്രത്യേകിച്ച് ജനിക്കാത്തൊരു കുഞ്ഞിനെ അദ്ദേഹം ഒരു കാരണവശാലും കൊല്ലില്ല. എങ്ങനെയെങ്കിലും അതിന്റെ ജീവൻ രക്ഷിക്കാനേ ശ്രമിക്കൂ. ഇവിടെ അതാണ് സംഭവിച്ചത്. അവളുടെ കുഞ്ഞു പോയെന്ന് കരുതി ഞങ്ങൾ എല്ലാരും സന്തോഷമായിട്ടിരിക്കായിരുന്നു. അതെത്ര പെട്ടെന്ന് ഇല്ലതായത്. എടാ, അവളെ പോലെ തന്നെയാണെന്ന് തോന്നുന്നു അവളുടെ കുഞ്ഞും. കൊല്ലാൻ ശ്രമിച്ചാലും ചാകത്തില്ല. അവളൊരു പിശാചാ. അപ്പോഴേ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞ് അതിനേക്കാളും വലിയ അസുരജന്മമായിരിക്കും. എന്തായാലും ഈ വാർത്ത എന്നെ തളർത്തി കളഞ്ഞു. അവിടേക്ക് പോയത് കരുണയുടെ അച്ഛനെ കാണാൻ വേണ്ടി മാത്രമല്ല, അവളുടെ കാര്യം കൂടി അറിയാൻ വേണ്ടിയിട്ടാ. പക്ഷേ അവിടെ ചെന്നപ്പോൾ അവളുടെയും അവളുടെ കൂട്ടുകാരിയുടെ സന്തോഷം കാണേണ്ടി വന്നത്. അവന് നന്നായിട്ട് വേദനിച്ചെന്നാ മോളെ തോന്നുന്നത്. എന്നാലും എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞിനെ കൊല്ലാനുള്ള വിഷമൊക്കെ അവളുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ട്. എന്നിട്ടും എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാവുന്നില്ല. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കരഞ്ഞു നിലവിളിച്ചവളാ എന്റെ കുഞ്ഞ് മരിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത്. വേറൊരുത്തിയാണെങ്കിലോ 2 പ്രസവിച്ച അമ്മയാ. അവർക്കും ജനിക്കാത്ത കുഞ്ഞ് അലസിപ്പോയെന്ന് കേൾക്കാനാ താല്പര്യം. ഇതൊക്കെ ഏത് യുഗത്തിലെ സന്തതികളാണോ എന്തോ. ഏട്ടാ, ഇപ്പോ ഇരുപാദങ്ങളും ചലിപ്പിക്കാൻ കഴിയുന്നുണ്ടല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോ എഴുന്നേക്കാൻ പറ്റുമോ നോക്കി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുക. ഏട്ടാ, കേട്ടത് സത്യമാണോ? അവളുടെ കുഞ്ഞു പോയില്ലെന്ന് കരുണ പറഞ്ഞല്ലോ. ആ അതെ, തോമസ് സാറിന്റെ മരുന്ന് കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തി. അങ്ങനെ സംഭവിക്കേണ്ടതല്ലോ. മാരകമായിട്ടുള്ള വിഷമൊന്നുമല്ല അവളുടെ ഉള്ളിലേക്ക് ചെന്നത്. പക്ഷെ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് മാരകമാണെന്നാണ് കരുണയുടെ അച്ഛൻ പറഞ്ഞത്. ആഞ്ജനേയ സ്വാമി മൃതസഞ്ജീവനി കൊണ്ടുവന്നത് പോലെ ചില ഔഷധക്കൂട്ടുകൾ തോമസ് സാറിന്റെ പക്കലുണ്ട്. അതുകൊണ്ടാ നമ്മൾ പ്രതീക്ഷിച്ച പോലൊന്നും നടക്കാതെ പോയത്. കണ്ണേട്ടന് നടക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷെ ബുദ്ധിക്കിപ്പോഴും ഒരു തകരാറ് സംഭവിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, പഠിക്കുന്ന കാലത്ത് പോലും എന്നെക്കാളും മേഘേണേക്കാളും ഒരുപാട് മുന്നിലായിരുന്നു കണ്ണേട്ടൻ. ക്ലാസ്സില് കണ്ണേട്ടന് മുകളിൽ അന്ന് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള കണ്ണേട്ടന് എന്തെങ്കിലും ബുദ്ധി കണ്ടുപിടിച്ചൂടെ ആ കുഞ്ഞിനെ കളയാൻ?
കുഞ്ഞിനെയും കുഞ്ഞിന്റെ അമ്മയും എങ്ങനെ നിന്റെയൊക്കെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്നാ ഞാൻ നോക്കുന്നേ. എന്തായിട്ടാ ആലോചിക്കുന്നത്? അല്ല, അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിക്കായിരുന്നു. ആ കുഞ്ഞ് മരിക്കണം കണ്ണേട്ടാ. അതിനു പിന്നാലെ അവളും പോണം. മേഘേട്ടൻ വീണു. കരുണയുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പൊ തളർന്ന മട്ട. അങ്ങനൊരു സാഹചര്യത്തിൽ ഇനി നമ്മളാണ് മുന്നിട്ടിറങ്ങേണ്ടത്. മഹാലക്ഷ്മിയുടെ പ്രവൃത്തികൾ കാരണം ഇപ്പൊ ഏറ്റവും കൂടുതൽ പരിക്കേറ്റിരിക്കുന്നത് കണ്ണേട്ടനാ. അങ്ങനെയുള്ളപ്പോ അവളെ അവളുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ കണ്ണേട്ടനൊരു മാർഗം കണ്ടെത്തുകയാണ് വേണ്ടത്. ആ കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ താരാട്ട് പാടിക്കൊണ്ട് കണ്ണേട്ടന്റെ സ്വത്തുക്കൾ അനുഭവിക്കുന്ന മഹാലക്ഷ്മിയെ കാണാൻ എനിക്ക് വയ്യ. അങ്ങനെ ഒരു ചിത്രം മുന്നിൽ തെളിയുമ്പോ തന്നെ എനിക്ക് അവരെ കത്തിച്ചു കളയാൻ തോന്നുവാ. നീയാടാ അനിയൻ, ഏട്ടത്തിയല്ല, ഏട്ടനെ ജീവനോട് കത്തിക്കുന്ന അനിയൻ. അത്തരം കാഴ്ചകൾ ഒഴിവാക്കാൻ എന്തെങ്കിലും ബുദ്ധി കണ്ണേട്ടന്റെ മനസ്സിൽ തെളിഞ്ഞു വരികയാണെങ്കിൽ അത് പറഞ്ഞാൽ മാത്രം മതി. ഞാനത് ചെയ്യാൻ കണ്ണേട്ടാ. ഞാനൊന്ന് ആലോചിക്കട്ടെ, ശരിക്കും ആലോചിക്കട്ടെ. ഒരാളെയും തല്ലരുത് കൊല്ലരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നെ സാഹചര്യത്തിനായ എന്ത് ചെയ്യാൻ പറ്റും? അവളൊരു പിശാചാണ്. നല്ല പിള്ള ചമഞ്ഞ് ഏട്ടന്റെ ജീവൻ എടുത്തവള് ഇനി ഒരു നിമിഷം പോലും ജീവിച്ചിരിക്കാൻ പാടില്ല. അങ്ങനെ ഒരുത്തെ കൊല്ലുന്നതിൽ ഒരു പാവവുമില്ല. ആദ്യം അവളല്ല, അവളുടെ കുഞ്ഞു തന്നെയാ പോവേണ്ടത്. ആ വേദനയില് അവള് പെടയണം. അങ്ങനെ പെടഞ്ഞ് അവളുടെ മനസ്സ് ചത്തിരിക്കുന്ന സമയത്തായിരിക്കണം അവളുടെ ശ്വാസം നിലയ്ക്കേണ്ടത്. ഏട്ടനതിന് കഴിയത്തില്ലെങ്കിൽ എന്റെ ഏട്ടന് വേണ്ടി ഞാൻ അതിനൊരു അവസരം ഉണ്ടാക്കുവേണ്ട. വന്യജീവികൾക്ക് പോലും കാണില്ല ഇങ്ങനെ മനുഷ്യനെ കടിച്ചു കയറാനുള്ള ആസക്തി. ഇതിന് നിനക്ക് തരാനുള്ളത് തന്നിരിക്കൂടാ എന്റെ മഹി തന്നെ. നിന്നെ മുഖം കാണിച്ചിട്ടേ എനിക്ക് എന്റെ ക്യാബിനിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. ഉണ്ണിയേട്ടനെ ഇരിക്കെ. എന്നെ മുഖം കാണിക്കണമെന്ന് പറഞ്ഞത് വേറൊന്നിനും വേണ്ടിയല്ല. ദാ ഇതൊന്ന് വായിച്ചു നോക്ക്. എന്താ ഇത്? കമ്പനിയുടെ MD തന്നതാ. ആര്? കണ്ണേണ്ണോ? കണ്ണേട്ടൻ മാത്രമല്ല കമ്പനിയുടെ MD. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കൂടുതൽ അധികാരവും ലക്ഷ്മി എടുത്തിക്ക. ഓ, അവള് തന്ന ലെറ്റർ എന്തിനാ ഞാൻ നോക്കുന്നത്? ഇത് അവള് തന്നപ്പോ തന്നെ അങ്ങ് കത്തിച്ചളഞ്ഞൂടായിരുന്നോ? എനിക്കിത് കണ്ടപ്പോ അങ്ങനെ ചെയ്യാനല്ല തോന്നിയത്. ഉണ്ണിയേട്ടന്റെ കയ്യിൽ തരാനാ. അവരുടെ ഒരു കത്ത്. നീ അവരെ നേരത്തെ കുറ്റപ്പെടുത്തിയാണല്ലോ. പിന്നെന്താ ഇപ്പൊ നീ പെട്ടെന്ന് മാറിയത്? കണ്ണേട്ടനോട് നിനക്ക് ഒരു സ്നേഹമില്ലേ? ഓ, ഈ പറയുന്ന ആൾക്ക് കണ്ണേട്ടനോട് ഭയങ്കര സ്നേഹമാണല്ലോ. എന്താ സംശയം? മഹാലക്ഷ്മിയെ വെറുക്കുന്ന അവരെ തള്ളിക്കളഞ്ഞ കണ്ണേട്ടനോട് എനിക്ക് സ്നേഹമാ. എന്നോട് തന്നെ ഇത് പറയല്ലേ ഉണ്ണിയേട്ടാ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ എന്താണെന്ന് അരച്ച് കലക്കി കുടിച്ചവളാ ഞാൻ. ഒരു സമയത്ത് ഞാനും നിങ്ങൾക്കൊപ്പം നിന്നവളാണല്ലോ. അതുകൊണ്ട് അതിലേക്കൊന്നും സംസാരം നീളാതെ ദേ ഇതിൽ എന്താന്ന് വെച്ചാ വായിച്ചു നോക്ക്. എന്നെ ടെർമിനേറ്റ് ചെയ്തല്ലേ? അതെ. ഇനി ആ ക്യാബിനിൽ പോലും ഇരിക്കാൻ ഉണ്ണിയേട്ടന് അവകാശമില്ല. അത് അവള് മാത്രം തീരുമാനിച്ചാൽ മതിയോ? കണ്ണേട്ടന് മാത്രമല്ല
എന്റെ അമ്മാവിന്റെ കൂടെ വേർപ്പാ ഈ കൺസ്ട്രക്ഷൻ കമ്പനി. ആ വിയർപ്പിന്റെ ഫലം ഇഷ്ടംപോലെ കൈപ്പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാലോ. അതെല്ലാം ബാങ്കിൽ കാണുമല്ലോ. അതൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നതല്ലാതെ അതിൽ നിന്നൊരു ചില്ലി കാശ് ഉണ്ണിയുടെ അടുത്ത് ചെലവാക്കാറില്ലല്ലോ. ആദ്യം എന്റെ ക്യാബിനിൽ നിന്ന് എന്നെ മാറ്റി, എന്നിട്ട് അവിടെ നിന്നെ പ്രതിഷ്ഠിച്ചു. ഇപ്പോ നിന്റെ കൈ തന്നെ എന്റെ ടെർമിനേഷൻ ലെറ്റർ തന്നു. ഒരാളെ എങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്യാമോ അതൊക്കെ അവള് ചെയ്തോണ്ടിരിക്കുക. എനിക്കതൊന്നും അറിയില്ല. ഞാൻ അവരുടെ ശമ്പളക്കാരിയാ. അതുകൊണ്ട് തൽക്കാലം അനുസരിക്കാനേ പറ്റൂ. ഈ കാര്യത്തിൽ കണ്ണേട്ടന്റെ നിലപാട് കൂടെ എനിക്കറിയണം. അത് കഴിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കാം ആ ക്യാബിനിൽ ഞാൻ ഇരിക്കണോ വേണ്ടോന്ന്. അതൊക്കെ ഉണ്ണിയേട്ടന്റെ ഇഷ്ടം. ഇപ്പൊ ഏതായാലും ഉണ്ണിയേട്ടന് ഈ കമ്പനിയിൽ ഒരു സ്ഥാനവും ഇല്ല. നിർത്തടി. അതവളെ ഒറ്റയ്ക്കെടുക്കേണ്ട തീരുമാനമല്ല. ഒറ്റയ്ക്കായാലും ഇരട്ടയ്ക്കായാലും ഏട്ടത്തിയുടെ തീരുമാനമാ ദേ ഈ ലെറ്ററിലുള്ളത്. അതാ ഞാൻ ഉണ്ണിയേട്ടനോട് പറഞ്ഞത്. ഓ, നീ ഈ ക്യാബിനിൽ കയറി. ഇനി എന്റെ ക്യാബിനകത്ത് അവൻ കയറുമായിരിക്കും, നിന്റെ കെട്ടിയോൻ. അയ്യോ, അതേ പറ്റിയൊന്നും എനിക്കറിയില്ല. ഇപ്പോ തോമസ് സാറിന്റെ ഡ്രൈവറാ സാഗറേട്ടൻ. അതിലെന്റെ ഭർത്താവ് തൃപ്തനാ. പിന്നെ ഇനി നാളെ സാഗറേട്ടൻ ഇവിടെ വരാൻ തോന്നുവാണെങ്കിൽ ഉറപ്പായിട്ടും വന്നിരിക്കും. ഫൈനാൻസേഴ്സിലോ കൺസ്ട്രക്ഷൻ കമ്പനിയിലോ സാഗറേട്ടനൊരു ജോലി കൊടുക്കണമെന്ന് ഏട്ടത്തിക്കൊരു ആഗ്രഹമുണ്ട്. പക്ഷേ സാഗറേട്ടന് അതിലൊരു താല്പര്യവും കാണിക്കാത്തത്. എല്ലാരും കൊണ്ടൊന്ന് പോസ്റ്റ് ചെയ്തോ. ഇന്നലെ കയറി വന്നവളുടെ തിളപ്പാണ് അവളീ കാണിക്കുന്നത്. അർഹതയില്ലാതെ കിട്ടിയതൊക്കെ അവൾ ആസ്വദിക്കുക. പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ എന്നോട് പറയാതെ അവരോട് പോയി പറയാൻ നോക്ക്. ഞാനല്ല ഇവിടെ ഉണ്ണിയേട്ടനെ ടെർമിനേറ്റ് ചെയ്തത്. ഞാൻ പറയൂടി, അവളെ ഞാൻ വിളിക്കും. അവൾ അത്രയും വലിയ തമ്പുരാട്ടിയൊന്നും ആവണ്ട. നാണം കെട്ടവള്, അഷ്ടിക്ക് വകയില്ലാത്തവള്, സ്വന്തം വീട്ടിലെ അടിമയെ പോലെ കഴിഞ്ഞവള്. അവളാണ് അധികാരം കിട്ടിയപ്പോ വാലിക്കുത്തി പൊളയുന്നത്. ജീവിതത്തിൽ ഇതുപോലൊരു നന്ദി കെട്ടവളെ ഞാൻ കണ്ടിട്ടില്ല. നീ പോടാ. നിന്റെ അത്രയും നന്ദി ഇല്ലാത്ത ഒരുത്തൻ വേറെ ഇല്ലടാ. എന്റെ പക്കലെ ഇതിനൊരു മറുപടിയില്ല. ഉണ്ണേട്ടനവരെ വിളിക്കണമെങ്കിൽ വിളിക്കും. അതല്ല കണ്ണേട്ടൻ്റെ അടുക്ക പോയി പരാതി പറയുവാണെങ്കിൽ അതും ചെയ്യും. എന്നോട് വെറുതെ ഇതേ പറ്റിയൊക്കെ വായിട്ടലച്ചിട്ട് ഒരു പ്രയോജനവുമില്ല. പഠിപ്പിച്ച് കൊടുക്കാൻ ഞാൻ എല്ലാത്തിനെയും. നീ കണ്ണേട്ടന്റെ മുന്നില് നിന്റെ മനസ്സിൽ എന്താണെന്ന് വെളിപ്പെടുത്തിയില്ലേ? അതിന്റെ തിരിച്ചടിയാടാ ഇത്. തിരിച്ചടി കിട്ടി. ജോലി പോയതിന്റെ ദേഷ്യത്തെ വിളിക്കാന്നാ എനിക്ക് തോന്നുന്നത്. എടുക്ക്. എന്താടാ? അധികാരം കിട്ടിയെന്ന് കരുതി ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് അവകാശമൊന്നുമില്ല. അങ്ങനെ അവകാശമുണ്ടെന്ന് തോന്നിയതുകൊണ്ടാ അവിടെ ജോലി ചെയ്യാൻ യോഗ്യതയുള്ള മഞ്ജു അതിനർഹതയില്ലാത്ത നിന്റെ കയ്യിൽ അങ്ങനൊരു ലെറ്റർ കൊണ്ട് തന്നത്. കണ്ണേട്ടനും കൂടി അവകാശപ്പെട്ട കമ്പനിയായത്. കണ്ണേട്ടന് ഫൈനാൻസിയേഴ്സിലും മറ്റ് സ്ഥാപനങ്ങളിലും എന്നെക്കാളും അവകാശമുണ്ട്. എന്നാൽ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ഒരു തീരുമാനം എടുക്കാനും അത് നടപ്പിലാക്കാനും എനിക്കാണ് കൂടുതൽ അധികാരം. എന്ന് മാത്രമല്ല, ഇനി കണ്ണേട്ടനും അധികാരം ഉണ്ടെന്നും പറഞ്ഞ് ഇത് കേസാവുകയാണെങ്കിൽ എനിക്കും കോടതിയിൽ നിരത്താനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ക്രമക്കേടുകളെ ഒരുപാടാ നടന്നിരിക്കുന്നത്. അഴിമതിയും. അതൊന്നൊന്നായി ഞാൻ കോടതിയോട് പറഞ്ഞോളാം. പിന്നെ നിന്നെ കമ്പനിയിൽ വെച്ചോണ്ടിരിക്കാൻ നിയമം പറയില്ലടാ.
നീ എന്റെ ഏട്ടനെ വഞ്ചിച്ചിട്ട് വലിയ ആളാവാനും നോക്കണ്ട. ദേ, മര്യാദയ്ക്ക് സംസാരിക്കണം. ഭീഷണിയുടെ സ്വരം പുറത്തെടുത്താലുണ്ടല്ലോ, നിന്റെ അമ്മായിയച്ഛനും കരുണയുടെ മുത്തശ്ശിയൊക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയ പോലെ നിനക്കും കയറേണ്ടി വരും. പോലീസിന്റെ തല്ലും കൊള്ളേണ്ടി വരും. നീ എന്നെ കൂടുതൽ ഭയപ്പെടുത്താതെടി. എന്റെ ഏട്ടന്റെ എച്ചിലാ നിന്റെ ജീവിതം. എന്നിട്ട് അവൾ അടുത്തുള്ള വക്കീലിനെ കണ്ടിട്ടായിരിക്കും ഇങ്ങനെ ഞെളിയുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. നീ ഇനി കൺസ്ട്രക്ഷൻ കമ്പനിയുടെ പടി ചവിട്ടാൻ പാടില്ല. കൺസ്ട്രക്ഷൻ സൈറ്റിലും വരാൻ പാടില്ല. നീ നിന്റെ മിടുക്കൊണ്ട് വേറെന്തേലും ജോലി സമ്പാദിക്കാൻ നോക്ക്. കമ്പനിക്ക് വേണ്ടത് കമ്പനിയെ സേവിക്കുന്നവരെയാ, അല്ലാതെ ദ്രോഹിക്കുന്നവരെ അല്ല. അങ്ങനെ തന്നെയാ വേണ്ടത്. അവനവന്റെ ദേഷ്യവും സങ്കടമൊക്കെ എന്റെ മേൽ തീർക്കാനായിട്ടാ വിളിച്ചത്. അവിടെ ഉണ്ടായിരുന്നെങ്കിലേ അവന്റെ കർണക്കുറ്റി നോക്കി ഞാനൊന്ന് കൊടുത്തേനെ. ഞാൻ പറഞ്ഞില്ലേ മഹിയോട്, ഈ പറഞ്ഞ മേഘനേക്കാൾ ദുഷ്ടനാ അവൻ. മേഘന വേണ്ടതൊക്കെ കണ്ണൻ കൊടുത്തിട്ടുണ്ട്. അവന്റെ കുടുംബത്തെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അതുപോലെയല്ല ഉണ്ണിയെ കണ്ണൻ കൊണ്ടു നടന്നിട്ടുള്ളത്. അവന്റെ അച്ഛൻ മരിച്ച ശേഷം ശരിക്കും ഉണ്ണിക്ക് അച്ഛനായിരുന്നു അവൻ. അവന്റെ വഴികാട്ടിയും അവന്റെ എല്ലാം കണ്ണനായിരുന്നു. എന്നിട്ടാണ് ആ റാസ്കൽ സ്വന്തം ഏട്ടൻ കല്യാണം കഴിച്ചതിന്റെ പേരില് മറ്റുള്ളവർക്കൊപ്പം നിന്നിട്ട് തിരിഞ്ഞു കൊത്തിയത്. അവന്റെ അധികാരം കൂടി മഞ്ജുവിന് കൊടുക്കണം മഹി. അല്ലെങ്കിൽ തന്നെ അവൻ അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ജോലി നഷ്ടപ്പെട്ടെങ്കിലും കണ്ണേട്ടൻ അവന് മാസാമാസം പൈസ കൊടുത്ത് സഹായിക്കും. പക്ഷെ സ്വന്തം തൊഴിലിൽ വെള്ളം ചേർക്കുന്ന ഒരുത്തനെ കമ്പനിക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അതാണ് കണ്ണന്റെ കുഴപ്പം. അവൻ എന്തിനാ മാസാമാസം പൈസ കൊടുക്കുന്നത്? വീട്ടു ചെലവെല്ലാം നോക്കുന്നത് കണ്ണനല്ലേ. അവൻ ജോലി തേടി ഇറങ്ങട്ടെ, എന്നിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ നോക്കട്ടെ. ജനിച്ചപ്പോ മുതല് അവൻ കണ്ണേട്ടന്റെ തണലില് ജീവിച്ച് പഠിച്ചുപോയി. ഇനി അത് വിട്ട് അവനൊരു കളിയില്ല. എന്നിട്ട് ആ തണൽ മരത്തെ വെട്ടി വീഴ്ത്താനല്ലേ അവൻ ശ്രമിക്കുന്നത്. മഹിയെയും മഹിയുടെ കുഞ്ഞിനെയും കളയാൻ ആര് ശ്രമിക്കുന്നോ അവരെ ഒന്നും കണ്ണം വെച്ച് പൊറപ്പിക്കില്ല. ഇപ്പം വീൽ ചെയറിലിരിക്കുന്ന പഴയ കണ്ണനല്ല, നന്നായി നടക്കാൻ കഴിയുന്ന നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാ. ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നേടിയവനാ. അതിന്റെ ആത്മവിശ്വാസം തന്റെ ഇടവും കണ്ണനുണ്ടാവും. അത് അവനൊന്നും അറിയില്ല. കണ്ണേട്ടാ, ദാ നല്ല കുരുമുളകും ഇഞ്ചിയൊക്കെ ഇട്ട മോരാ. എനിക്കൊരു കാര്യം കണ്ണേട്ടനോട് പറയണമെന്നുണ്ടായിരുന്നു. പറഞ്ഞോ. ഞാനും ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാ. ഏതു നേരവും വീട്ടിനകത്തിരുന്ന് ബോറടിക്കല്ലേ. ഞാനും ഫൈനാൻസിയേഴ്സിലേക്ക് വന്നാലോ എന്ന് ആലോചിക്കുക. ഇനി അതിന്റെ ഒരു കുറവുകൂടിയുള്ളൂ. വിഷു കഴിയട്ടെ, അപ്പോഴേക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരും. എല്ലാം തട്ടിയെടുത്തോണ്ട് ഒരുത്തി പോയില്ലേ. അവളുടെ കയ്യിൽ നിന്ന് എങ്ങനെ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന് ഞാൻ ആലോചിക്കാം. അതിനി പറ്റുമോ കണ്ണേട്ടാ? ചിലപ്പോ കഴിഞ്ഞെന്ന് വരാം.
എന്താടാ പെട്ടെന്നെങ്കിൽ പോന്നെ? എന്നെ പറഞ്ഞു വിട്ടു. കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. എൻ്റെ അനിയത്തിയാ എനിക്ക് ടെർമിനേഷൻ ലെറ്റർ തന്നത്. അതിന് അവൾക്ക് എന്ത് അധികാരം ഉള്ളത്? അധികാരമുള്ള ആള് തന്നെയാ അവളെ ചുമതലപ്പെടുത്തിയത് എന്നെ പറഞ്ഞു വിടാൻ. ദേണ്ടിരിക്കുന്ന ഒരാള്. കണ്ണേട്ടാ, ഇതിന്റെ അബദ്ധം എന്നല്ല പറയേണ്ടത്, ദുരന്തമെന്നാ. എടാ മോനെ കണ്ണാ, നീ മൊത്തം അവളുടെ പേരിലൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവൾക്ക് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റും? സൈനിങ് അതോറിറ്റിയൊക്കെ അയാൾക്ക് കൈമാറിയിട്ടുണ്ട്. അയ്യോ, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എന്നെക്കാൾ കൂടുതൽ അധികാരം അയാൾക്കാ കൊടുത്തിരിക്കുന്നത്. അത് വേറൊന്നും കൊണ്ടല്ല, അയാൾ എന്നെ ഇങ്ങനെ ചീറ്റ് ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ലല്ലോ. പിന്നെ എനിക്ക് ഫിനാൻസിയേഴ്സിൽ ഇരുന്ന് മാത്രമല്ലേ ജോലി ചെയ്യാൻ പറ്റൂ. കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ ഓടി നടക്കുന്നത് അയാളാ. അതുകൊണ്ടാ അയാളുടെ ഒപ്പിന് എന്നെക്കാൾ വാല്യൂ ഉണ്ടായിക്കോട്ടെ എന്ന് ഞാൻ കരുതിയത്. ഒരിക്കലും നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. എന്നാലും ഒറ്റയ്ക്ക് എങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ കണ്ണേട്ടാ? പറ്റുമെന്ന് ചോദിച്ചാൽ എടുത്തുചാട്ടോ അവള് കാണിച്ചത്. ഈ വീട്ടിലെ ഇളയ സന്തതിയോ? അവള് കാണിച്ച നല്ല കാര്യമാണോ? ഞാനേ മഹാലക്ഷ്മിയെ വിളിച്ചിരുന്നു. അപ്പോ അവള് ഭീഷണിയുടെ സ്വരത്തിൽ എന്നോട് സംസാരിച്ചത്. വിജയിച്ചവളുടെ ഒരു ഭാഷയായിരുന്നു അവളുടെ നാവിന്ന് വന്നത്. ഓ, ചുരുക്കി പറഞ്ഞ നിങ്ങളുടെ ഉള്ള ജോലിയും കൂടി പോയി. അല്ലെങ്കിൽ തന്നെ അനിയത്തിയുടെ താഴെയായിരുന്നു ഏട്ടൻ. അതിന്റെ കൂടെ ജോലിയും കൂടി എടുത്ത് കളഞ്ഞത്. അയ്യോ മോളെ, മോളിത് എങ്ങോട്ട് പോവാ? ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാമേ? ഞാനിവിടെ നിന്നാലേ പോയ ജോലി കിട്ടോ അമ്മയുടെ മോന്? അയ്യോ എടാ, ദേ അവളവളുടെ വീട്ടിലേക്ക് പിണങ്ങി പോയെന്നാ തോന്നുന്നേ. എടാ ഉണ്ണി, എന്തെങ്കിലും തിരിച്ചടി ഉണ്ടാവുമ്പോ ഇങ്ങനെ നിന്റെ ഭാര്യ ഇറങ്ങിപ്പോകുന്നത് ഒട്ടും ശരിയല്ല. എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടല്ലോ. അതൊക്കെ കൂട്ടായിട്ട് ആലോചിക്കുന്നതിന് പകരം എടുത്തുചാടി എന്തെങ്കിലുമൊക്കെ ചെയ്താ അതുകൊണ്ട് നിനക്കും ഈ കുടുംബത്തിനും നഷ്ടം മാത്രമേ വരൂ. അവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടാ. കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നോക്കുന്നത് ഞാനാണെന്ന് പറഞ്ഞിട്ടാ അവളെനിക്ക് കെട്ടിച്ചെന്നത്. എന്നിട്ടിപ്പോ ആ കമ്പനിയിലെ ഒരു സ്റ്റാഫ് പോലും അല്ല ഞാൻ, ജോലിയും കൂലി ഇല്ലാത്ത ഒരുത്തൻ. അങ്ങനെ ഒരുത്തനെ ഏത് പെണ്ണ അംഗീകരിക്കുന്നത്, സ്നേഹിക്കുന്നത്? എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും പിടച്ചിൽ കാണാൻ ആഗ്രഹിച്ചാനല്ലേ നീ? അങ്ങനെയുള്ള നീ ഇനി കിടന്ന് നിലവിളിക്ക്. കണ്ണേട്ടെന്താ ആലോചിക്കുന്നത്? അല്ല, പകുതി സ്വത്ത് എഴുതി വാങ്ങിയ ശേഷം ഒരുത്തിക്കുണ്ടായ മാറ്റത്തെപ്പറ്റി ഞാൻ ആലോചിക്കുമായിരുന്നു. എടാ ദേ, അത് ആലോചിക്കുന്നതിന് മുമ്പ് നമുക്കിവിടെ ഒരു പൂജ നടത്തണം. നിന്റെ അച്ഛന്റെ ആണ്ടിന് പോലും ഇവിടെ ഒരു പൂജയോ വഴിപാടോ ഒന്നും നടത്താറില്ല. എന്തിനാ പറയുന്നേ? വിശ്വട്ടിന്റെ ഒരു ഫോട്ടോ പോലും നമ്മൾ ഇവിടെ എവിടെയും വെച്ചിട്ടില്ലല്ലോ. ഫോട്ടോ വെക്കേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അമ്മേ. അച്ഛന്റെ ഫോട്ടോ കാണുമ്പോ എനിക്ക് പഴയതൊക്കെ ഓർമ്മ വരും. ആ ആക്സിഡന്റ് ഓർമ്മ വരും. ബുള്ളറ്റിൽ നിന്ന് തെറിച്ചു വീണ് ചോരയെ കുളിച്ചു കിടക്കുന്ന അച്ഛനെ ഓർമ്മ വരും. അതൊഴിവാക്കാനാ ഞാൻ അതൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ ഇനി അത് പറ്റില്ല. വിശ്വേട്ടന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടില്ലെന്നാ എനിക്ക് തോന്നുന്നത്. അതിന് പരിഹാരം കണ്ടില്ലെങ്കിലേ ദേ, വിശ്വേട്ടനായിട്ടുണ്ടാക്കിയ സ്വത്തുക്കളെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഇപ്പൊ തന്നെ പകുതിയോളം പോയില്ലേ? ഇനി ബാക്കിയും പോവുമെന്നാ ഞാൻ പറയുന്നത്. എടാ, എന്നാലും മഞ്ജു പോലും നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോടാ. അവൾക്കും അർഹിക്കാത്തല്ലേ കിട്ടിയത്. ഇനിയിപ്പോ എന്റെ ശമ്പളം കൂടെ അവൾക്ക് കൊടുക്കുമായിരിക്കും. അയ്യോ, അപ്പൊ പിന്നെ അവൾ എന്നെ സപ്പോർട്ട് ചെയ്യോ?
അധികാരത്തിന്റെ പുറത്താടി എന്റെ ഉണ്ണിയേട്ടനെ നീ പറഞ്ഞു വിട്ടത്. ഞാനല്ല പറഞ്ഞു വിട്ടത്, ഈ കമ്പനിയുടെ MD യാ. ഈ കമ്പനിക്ക് വഴി തെറ്റി നടക്കുന്ന ഒരുവള് മാത്രമല്ലടി MD. കണ്ണേട്ടനും കൂടി അധികാരമുള്ള കമ്പനിയായത്. ഇതൊക്കെ എന്തിനാണ് എന്നോട് വന്ന് പറയുന്നത്? കണ്ണേട്ടൻ അധികാരപ്പെട്ട കമ്പനി ആണെങ്കിൽ അത് കണ്ണേട്ടനോട് പറയണം, എന്നിട്ട് ഉണ്ണിയേട്ടനെ തിരിച്ചെടുക്കാൻ പറയണം. തൽക്കാലം എനിക്ക് ഏട്ടത്തി പറയുന്നത് അനുസരിക്കാനേ പറ്റൂ. ഓ, അവളുടെ ഒരു ഏട്ടത്തി. എന്ന് മുതലാടി അവളോട് നിനക്ക് സ്നേഹം തുടങ്ങിയത്? സ്വന്തം ഏട്ടനെ വഞ്ചിച്ചവളല്ലേടി നിന്റെ ഈ നാത്തൂന്ന് പറയുന്നവള്. അതിലെനിക്ക് അവരോട് തീർത്താ തീരാത്ത ദേഷ്യമുണ്ട്. പക്ഷേ ഇപ്പൊ എനിക്ക് ശമ്പളം തരുന്നത് കണ്ണേട്ടനല്ല, അവരാ. അതുകൊണ്ട് തൽക്കാലം അവരെ അനുസരിച്ചേ പറ്റൂ. സ്വന്തം ഏട്ടനെ കരയിച്ച ഒരുത്തിയുടെ കീഴില് ജോലി ചെയ്യുന്നതിനേക്കാളും നല്ലത് ആ ജോലി വലിച്ചെറിഞ്ഞിട്ട് പോന്നാടി. എങ്കിൽ പിന്നെ നീ എന്തിനാടി ഉണ്ണിയേട്ടിന് വേണ്ടി വാദിക്കാൻ എന്റെ മുന്നിലേക്ക് വന്നത്? ഉണ്ണിയേട്ടിന്റെ ജോലി പോയത് നല്ലതാണെന്ന് അങ്ങ് കരുതിക്കൂടായിരുന്നോ? ഞാനും നിന്റെ ഏട്ടത്തിയാ. എന്നെയും നീയൊന്നും എടിയൊന്നും വിളിക്കരുത്. പ്രായം കൊണ്ട് നിന്നെക്കാൾ മൂത്തതാ ഞാൻ. പിന്നെ ഏട്ടന്റെ ഭാര്യ ആയതുകൊണ്ട് ഏട്ടത്തി എന്ന് വിളിച്ചെന്നേ ഉള്ളൂ. ഇപ്പൊ എനിക്ക് നിന്നെ റെസ്പെക്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. എന്റെ അമ്മയ്ക്കൊപ്പം നിന്ന് എന്റെ വയറ്റിലെ കുഞ്ഞിനെ കളയാൻ നോക്കിയവളാ നീ. അങ്ങനെയുള്ളവളെ ഏട്ടത്തിയായിട്ടും നാത്തൂനായിട്ടും കാണേണ്ട ആവശ്യമൊന്നുമില്ല. ലക്ഷ്മി ഏടത്തിയെ പോലെ തന്നെ നിന്നോട് എനിക്ക് ഒരു സ്നേഹവും ഇല്ല. കണ്ണേട്ടൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് ഒരുത്തി അങ്ങേർക്ക് കൊടുത്തത് കണ്ണീരാ. അത് തന്നെയാ നിനക്ക് സംഭവിക്കാൻ പോകുന്നത്. നിന്റെ കൂടെ ഇപ്പോ ഒരുത്തൻ കഴിയുന്നുണ്ടല്ലോ. അവനെ എന്നെങ്കിലും ഒരു ദിവസം നിന്നെ കളഞ്ഞിട്ട് വേറൊരുത്തിക്കൊപ്പം താമസിക്കുന്നത് നിനക്ക് കാണേണ്ടി വരും. ചിലപ്പോ അവൻ താമസിക്കാൻ പോകുന്നത് അവൾക്കൊപ്പം തന്നെ ആയിരിക്കും. നിനക്ക് ശമ്പളം തരുന്നവൾക്കൊപ്പം. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് നിന്റെ ഭർത്താവിന്റെ അല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ അച്ഛനെന്ന് പറയുന്ന ഒരാള് വീട്ടിലുണ്ടല്ലോ. അയാൾക്ക് ചിലപ്പോ ആ സ്വഭാവം കാണുമായിരിക്കും. അതുകൊണ്ടാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ. ദേ, എന്റെ അച്ഛനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ നിന്റെ കോരണത്തടിക്കും ഞാൻ. അടിച്ചു നോക്ക്. അങ്ങനെയെങ്കിലേ നീ വീട്ടിലേക്ക് എത്തുമ്പോ ആണത്തമില്ലാത്ത ഒരുത്തൻ അവിടെ ഉണ്ടല്ലോ, എന്റെ ഏട്ടൻ എന്ന് പറയുന്ന ഒരുത്തൻ. അവൻ കാണാൻ പോകുന്നതേ കോരണത്ത് പാടുമായിട്ട് ചെല്ലുന്ന നിന്നെ ആയിരിക്കും. നിന്റെ ഈ അഹങ്കാരത്തിന് നിന്റെ കെട്ടുതാലി നിനക്ക് ഓർത്തു മാറ്റേണ്ടി വരും. അതിനുശേഷം ഞാൻ പറഞ്ഞത് തന്നെ സംഭവിക്കും. നിനക്ക് ശമ്പളം തരുന്നവള് പ്രസവിക്കുമ്പോ അവളും അവളുടെ കുഞ്ഞുമായിട്ട് ജീവിക്കുന്ന സാഗറിനെ നിനക്ക് കാണേണ്ടി വരും. ഞാൻ കാണാൻ പോകുന്നതേ നിന്നെ മടുത്തിട്ട് ചിലപ്പോ എന്റെ ഏട്ടൻ വേറെ കെട്ടിയെന്ന് വരും. എന്നിട്ട് അയാൾ അവൾക്കൊപ്പം കുഞ്ഞുങ്ങളും കുടുംബവുമായിട്ട് ജീവിക്കുന്നതായി നിനക്ക് കാണേണ്ടി വരും. എന്താ സംഭവിക്കുന്നെന്ന് നമുക്ക് നോക്കാടി. ലക്ഷ്മിയെ ചേർത്ത് പിടിക്കുന്നവർക്കൊക്കെ കാത്തിരിക്കുന്നത് ദുരന്തമാ, തോര കണ്ണീരാ. അത് നീ എഴുതി വെച്ചോ. അതെങ്ങനെ ശരിയാകും മോളെ? കണ്ണനും കൂടി അവകാശപ്പെട്ട കമ്പനിയല്ലേ അത്? അവിടുന്ന് എന്തിനാ ഉണ്ണിയെ പുറത്താക്കുന്നത്? ഉണ്ണിയേട്ട മാത്രല്ല, അങ്ങേരുടെ ഏട്ടനും തലച്ചോറില്ലാത്ത ഒരുത്തന. അതുകൊണ്ട് ഇപ്പൊ സൈനിങ് അതോറിറ്റി ഒക്കെ അവൾക്കാ. അതുകൊണ്ട് കണ്ണേട്ടനേക്കാളും കൂടുതൽ അധികാരം അവൾക്കാണെന്ന അങ്ങേര് പറയുന്നത്. ഇത് വലിയ ചതിയായിപ്പോയല്ലോ മോളെ. ചുരുക്കി പറഞ്ഞ അവനിപ്പോ ജോലിയില്ല, കൂലിയില്ല, അല്ലേ? അതെ. ഇനിയിപ്പോ അവനെ നമ്മുടെ കോറിയിലേക്ക് വല്ലതും പറഞ്ഞുവിടാം. അവൻ പാറ നോക്കട്ടെ. പാറൊക്കെ അവന്റെ തലയിലേക്ക് വെച്ചു കൊടുത്താൽ അത് അവന്റെ ദേഹത്തേക്ക് തള്ളിയിടും. പാറയൊക്കെ എടുക്കാനുള്ള ആരോഗ്യം അവനുണ്ടോടാ? അല്ലാതെ അവനിപ്പോ എന്ത് ചെയ്യാനാ? ജോലി ഉള്ളപ്പോ പോലും കാലണ എനിക്ക് വേണ്ടി ചെലവാക്കിയിട്ടില്ല.
വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിട്ടുമില്ല. അപ്പൊ പിന്നെ ജോലി ഇല്ലാതായാലോ? എടാ പ്രതാപ, നമുക്കേ അവനൊരു തട്ടുകട ഇട്ട് കൊടുക്കാം, നൈറ്റ് കട. അവിടെ അവൻ ദോശ ഓംലെറ്റും ഒക്കെ ഉണ്ടാക്കട്ടെ, അല്ലേ? പോളെ, എന്തായാലും അവന് വേറെ പണിയൊന്നുമില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് ജനിക്കണം. വേറൊന്നും കൊണ്ടല്ല മോളെ, മോക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ കണ്ണൻ ആ കുഞ്ഞിനെ നന്നായിട്ട് ലാളിക്കുകയും ഓമനിക്കുകയൊക്കെ ചെയ്യില്ലേ? അങ്ങനെ വന്നാൽ അവന്റെ ബാക്കി സ്വത്തെല്ലാം മോക്ക് മോളുടെ കുഞ്ഞിനും കിട്ടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മോളൊരു ഡോക്ടറെ കാണണം. മോളെ, നല്ല ഡോക്ടർ ഇവിടെ തന്നെ ഉണ്ടല്ലോ. തോമസ് വൈദ്യന്റെ മരുന്നും ഉണ്ടല്ലോ. അതിന് ഭയങ്കര ശക്തിയാ മോളെ. അങ്ങരുടെ മോളൊന്ന് സംസാരിക്കേ. അയാളുടെ ജോലി പോയ സമയത്താ ഇനി കുഞ്ഞിനെ പറ്റി ചിന്തിക്കുന്നത്. ആദ്യം അയാളുടെ സ്വന്തം കാലിൽ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞ് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇപ്പോ ദേ ഈ താലിക്ക് പോലും വലിയ ബലമില്ലാത്ത സമയം. അച്ഛനാ ഇതിനൊക്കെ കാരണം. ഞാനോ? പിന്നല്ലാതെ അച്ഛനല്ലേ ഉണ്ണിയേട്ടന്റെ അച്ഛനെ ലോറി കയറ്റി കൊന്നത്. ഒന്നും പതുക്കെ പറ മോളെ. മോളെ, അന്ന് മോക്ക് 1.5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്ത് എനിക്കറിയായിരുന്നോ ചത്തവന്റെ മോനെയാണ് നീ കല്യാണം കഴിക്കാൻ പോകുന്നത്? അവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലേ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. മോളെ, അവന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ കല്യാണം പോലും നടക്കത്തില്ലായിരുന്നു. ഓ, ഇതിൽ നല്ലത് നടക്കാതിരിക്കുന്നതായിരുന്നു. പിശുക്കെന്നൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഓർത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഒരുത്തനാ. അമ്പലത്തിൽ പോയാ 1 രൂപ പോലും കാണിക്കേടില്ല. എന്തിന്? അർച്ചന കഴിച്ച പോറ്റയ്ക്ക് ഒരു 10 രൂപ കൊടുക്കാൻ വലിയ പാടാ. എന്തിനാണോ എന്തോ ഇങ്ങനൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത്. അവനെ ഈ പുറമേ കാണുന്ന വെളുപ്പൊക്കെ ഉള്ളൂ പ്രതാപ. ഉള്ള നിറയെ കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കുക. അതുകൊണ്ടാ ഇങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത. പിന്നെ ഒരു താലി കഴുത്തിൽ വീണുപോയില്ലേ മോളെ? ഇനി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചു നിൽക്കാൻ നോക്ക്. ഇവൻ വെറുതെ പറഞ്ഞതാണെങ്കിലും ഒരു ഗതിയില്ലാതെ വന്ന കോറയിലോട്ട് തന്നെ പറഞ്ഞുവിടാ. അവനവിടെ മേൽനോട്ടക്കാരനായിട്ട് നിൽക്കട്ടെ. പിന്നെ ഡ്രൈവിംഗ് ഒക്കെ അറിയാവുന്നതുകൊണ്ട് അവന് നമുക്ക് വളയം പിടിക്കാനും വിടാം. ഇവന്റെ ലോറിയും കൊടുക്കാം. അയ്യോ, എന്തിന്? അതിനി ആരുടെങ്കിലും നെഞ്ചത്തോണ്ട് കയറ്റാനോ? വിശ്വേട്ടൻ മരിച്ച ശേഷമേ കൺസ്ട്രക്ഷൻ കമ്പനി നോക്കി നടത്തിയതും കണ്ണനെ താങ്ങി നിർത്തിയതും വാമേട്ടനാ. എന്നിട്ട് അവൻ ചെയ്ത ചതി കണ്ടില്ലേ വാമേട്ടാ? സ്വത്തുക്കളൊക്കെ അവളുടെ പേരിൽ എഴുതി വെക്കുന്നതിന് മുമ്പേ അവന് വാമേട്ടനോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ. പെണ്ണ് കിട്ടില്ല എന്ന് കരുതിയവന് അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ കിട്ടിയപ്പം അവൻ പലരുടെയും മുഖം പോലും മറന്നുപോയി. അല്ലേ ദുർഗേ? അതുകൊണ്ട് ഇപ്പൊ എന്തായി? അവള് കൊടുക്കേണ്ട ശിക്ഷ തന്നെ അവന് കൊടുത്തല്ലോ. ഇനി ബാക്കിയുള്ളത് കൂടി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് ഇവിടെയും കണ്ണന്റെയും കല്യാണം നടത്തണമെന്ന്. കല്യാണം നടക്കണമെങ്കിലേ കണ്ണനും മഹാലക്ഷ്മിയും തമ്മിലുള്ള ബന്ധം പിരിയണ്ടേ വാമേട്ടാ? അതിനുവേണ്ടി ഇനി കണ്ണനെ പ്രഷർ ചെയ്യണം. അവൾ ഒഴിയാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ കോടതിയിലെ കേസ് ഒരുപാട് നീണ്ടുപോവില്ലേ വാമേട്ടാ? ഏയ്, അതൊന്നുമില്ല. മഹാലക്ഷ്മിയുടെ വിശ്വാസവഞ്ചന കോടതിക്ക് മനസ്സിലാവും. എന്നു മാത്രമല്ല, അവിടെ വയറ്റി കിടക്കുന്നതേ കണ്ണന്റെ കുഞ്ഞല്ലല്ലോ. അപ്പൊ പിന്നെ
അവളുടെ കൂടെ ഒരു കോടതി നിൽക്കത്തില്ല. കണ്ണേട്ടന് നടക്കാൻ കഴിയുമായിരിക്കോ? എന്റെ കാര്യം തന്നെ നോക്കുമോളെ. നടു തളർന്നിട്ട് ഇനി നടക്കാൻ പറ്റില്ലെന്നാ ഞാൻ കരുതിയത്. എന്നിട്ടിപ്പോ ഞാൻ റിക്കവർ ആയില്ലേ? നടക്കാൻ പറ്റിയില്ലെങ്കിൽ എന്താ, നീ അവനെ വേണ്ടാന്ന് വെക്കൂ? ഇപ്പോഴും കണ്ണേട്ടൻ നടക്കുമെന്ന എന്റെ വിശ്വാസം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരാൾക്ക് വേണ്ടി ത്യാഗം സഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല. അത് ശരി, അപ്പൊ അതാണോ നിന്റെ മനസ്സിലിരിപ്പ്? നിർത്ത, അവൻ വരുന്നുണ്ട്. അമ്മാവനമ്മായി വന്നായിരുന്നോ? എടാ മോനെ, ലക്ഷ്മിയായിട്ട് നീ ബന്ധം പിരിയുന്നതിനെ പറ്റിയാ ഞങ്ങള് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തിനാടാ അവളുടെ പേരിനൊപ്പം വാലായിട്ട് നിന്റെ പേരും ചേർത്ത് അവള് നടക്കുന്നത്? എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് നടക്കണം.